എന്തുകൊണ്ടും ഏതുകൊണ്ടും വളരെയേറെ അർത്ഥവത്തായ ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരുപാട് നന്മകൾ കൊയ്തെടുക്കാൻ, ഒരുപാട് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് തന്ന ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമായ റജബ്. റജബൻ ശഹറുല്ലാഹ് വ ശഅബാൻ ശഹരി വ റമളാൻ ശഹറു ഉമ്മത്തി. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാൻ ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് ഷഹറുല്ലയാണ്, അല്ലാഹുവിന്റെ മാസമാണ്. റജബ് എന്ന മാസം 27-ന് മുജ്തബ നബിയുടെ മിഅ്റാജ്. ഒരുപാട് പോരിശുകൾ നിറഞ്ഞ, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ്. അതുകൊണ്ടാണ് ആ റജബെന്ന് കടന്നു വന്നാൽ അല്ലാഹുവേ പടച്ചവന്റെ പള്ളികളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ഇമാമികൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വല്ലിഗ്നാ റമളാൻ വഫ്ഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാം. പവിത്രമാക്കപ്പെട്ട ഈ ദുആ അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാനോട് നീറുന്ന മനസ്സോടെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നവരാ നമ്മള്. അതുകൊണ്ട് ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറണോ, പ്രയാസങ്ങൾ മാറണോ, അത് വല്ലാത്ത അത്ഭുതമായ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി. ജീവിതത്തിൽ എല്ലാവർക്കും സങ്കടമുണ്ട്, എല്ലാവർക്കും പ്രയാസങ്ങളുമുണ്ട്, എല്ലാവർക്കും ദുഃഖങ്ങളുമുണ്ട്. എന്നാൽ റജബൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. നിറഞ്ഞ മനസ്സോടൊരു നോമ്പ് നോറ്റാൽ അതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരുന്നതാണ്. എന്നാൽ അവിടെ നിന്ന് റജബിന്റെ പിറ നീ കണ്ടാൽ, റജബിന്റെ പിറ നീ കണ്ടുപോയാൽ, അതല്ല റജബ് അല്ലാത്ത മാസത്തിലും നീ എവിടെ നിന്ന് പിറ കണ്ടാൽ നിനക്ക് ചൊല്ലാ ഒരു ദിക്റുണ്ട്, ഒരു ദുആയുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ യുഹിബ്ബു റബ്ബനാ വയർളാ ربنا وربك الله. എപ്പോഴാണ് ഏത് മാസമാണെങ്കിലും പിറ കണ്ടാൽ ചൊല്ലാനുള്ള ദിക്റായത്. റജബില് മാത്രമല്ല, അല്ലാഹുവേ പിറ കാണുന്ന ഏതൊരു സമയമാണോ, ചില ആളുകൾക്ക് ഈ ദുആ അറിയാത്തത് കൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. അങ്ങനെ ചൊല്ലിയിട്ട് കടന്നു വരുന്നത് കാണാം. പ്രത്യേകിച്ച് ഈ മാസത്തിലാണ് അങ്ങനെ ചൊല്ലുന്നതെങ്കിലോ അവനിക്ക് ഒരുപാട് പുണ്യം കൊടുക്കുകയാണ്. അല്ലാഹുമ്മ അഹില്ലഹു علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما يحب وترضى. എല്ലാവർക്കും നല്ലതുപോലെ ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആയാണ്. അല്ലാഹുവിലേക്കാണ് പറയുന്ന പടച്ചവനെ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി, നിന്റെ തൃപ്തിക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ പറയപ്പെട്ട ഈ ദുആ അത് റജബിൽ മാത്രമല്ല, എപ്പോഴൊക്കെയാണ് പടച്ചവന്റെ ഗഗനലോകത്തുനിന്ന് പിറ കാണുന്നത് അവർക്കത് താങ്ങാൻ പറ്റുന്നതാണ്.
പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ ആ റജബിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ മനുഷ്യന്മാര് കടന്നു വരുമ്പോൾ അല്ലാഹുവേ റജബ് അല്ല എന്നിരിക്കട്ടെ, ശഅബാനിലാണ് കണ്ടതെങ്കിലും റമളാനിലാണ് കണ്ടതെങ്കിലും അതല്ല മറ്റേതെങ്കിലും സമയത്താണ് കണ്ടതെങ്കിലും എന്റെ സഹോദരങ്ങൾ സഹോദരിമാർക്ക് ചൊല്ലാൻ പറ്റുമോ? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി والإسلام والتوفيق لما يحب ربنا ويرضى ربنا وربك الله. നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ, എല്ലാവരും ചൊല്ലി. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം والتوفيق لما يحب ربنا ويرضى ربنا وربك الله. അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ദിക്റാണ്. നമുക്ക് ചൊല്ലാനുള്ള സമയമില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആ സമയത്ത് ഇനി പിറകണ്ടാലും വേണ്ടില്ല, പിറകണ്ടില്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ ആ പഴയ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകും. ആ ഒരു പഴയ വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, അങ്ങനെ റജബിലെന്ന് മാത്രമല്ല അല്ലാത്ത ദിവസത്തിലും പിന്നീട് അവിടെ നിന്ന് ചെയ്യേണ്ടുന്നൊരു കാര്യം എന്തെന്നറിയുമോ? പവിത്രമാക്കപ്പെട്ട റജബിൽ ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അല്ലാഹുവേ അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് സന്തോഷം കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയുമോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക്. അതായത് തബാറക, ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ അന്നോ അതല്ലാത്ത ദിവസങ്ങളിലോ പാരായണം ചെയ്താൽ അവന് കിട്ടുന്ന, ആ പെണ്ണിന് കിട്ടുന്ന കൂലി അറിയുമോ? 6 അടി മണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടില് അവന് വിജയമാൻ. എപ്പോ വേണം ഓതാം. പക്ഷേ ഓതാനുള്ള മനസ്സ് നമ്മൾ തയ്യാറാക്കി വെക്കണം. സഹോദരങ്ങളെ, വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്, വിട പറഞ്ഞു പോയ ഉമ്മമാരുണ്ട്, വിട പറഞ്ഞു പോയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. എന്നാൽ അവിടെ നിന്ന് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങളെല്ലാവരും ഓതുകയാണ്. അല്ലാഹ്, ഇത് പവിത്രമായ റജബാണ് റബ്ബേ, ഇതിൽ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഒരുപാട് പുണ്യങ്ങൾ ഖബറിൽ കിടക്കുന്നവർക്ക് ലഭിക്കും റബ്ബേ എന്ന് പറഞ്ഞ പെങ്ങളെ, ഖബറിൽ കിടക്കുന്ന ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ഹദിയ ചെയ്താൽ നിന്നെ പോലെ ഭാഗ്യമുള്ളവരാരാ? നിന്നെ പോലെ സന്തോഷമുള്ളവരാരാണ്? വിട പറഞ്ഞൊരാൾക്ക് വേണ്ടി ഒരു മുൾക്കോതാം, ബാപ്പക്ക് വേണ്ടി ഓതാം, ഉമ്മക്ക് വേണ്ടി ഓതാം. പാതിരാത്രി മകൻ കിടന്നുറങ്ങുമ്പോ പൊന്ന മകനതാ ഉമ്മാനെ കിനാവിൽ കാണുകയാ. അവിടെന്ന് പറയുന്നു, ഉമ്മ, ഇന്നലെ നിങ്ങളുടെ ശരീരത്തെ ഇവിടുന്ന് വലിച്ചെടുക്കുമ്പോൾ വല്ലാത്ത പേടിയാണ്. അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മ ഒരു ഉമ്മയും ഒരു മകനുമാണ്. അവിടുന്ന് ഈ മകൻ ഉമ്മാനെ കിനാവ് കണ്ടു. ഉമ്മാനെ കിനാവ് കാണുന്ന എങ്ങനെയാണ്? മകൻ പറയുന്നു, ആളുകളോട് പറയുന്നു, എന്റെ ഉമ്മാനെ കണ്ടു വല്ലാത്തൊരു കോലത്തിൽ വികൃതമായി, വല്ലാത്തൊരവസ്ഥയിൽ എന്റെ ഉമ്മയെ കാണുകയാണ്. ആ സമയം ഞാൻ അവിടുന്ന് മസ്ജിദുൻ നബവിയുടെ ചാരത്ത് കടന്നുപോയി. ആ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് അല്ലാഹുവേ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്വഹാബി ഓടി വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഉടൻ തന്നെ പറഞ്ഞു, എന്റെ ഉമ്മാനെ കിനാവ് കണ്ടു. പേടിയാവുന്ന വികൃതമാവുന്ന കോലത്തിലാണ് എന്റെ ഉമ്മാനെ കണ്ടത്. എന്നെ എത്ര സ്നേഹിച്ചവരാണ്, എന്നെ എത്ര ബഹുമാനിച്ചവരാണ്, എന്നെ എത്ര ഇഷ്ടം വെച്ചവരാണ്, എന്റെ വഴികളിലൂടെ കടന്നു വന്നവരാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ് ആ
പ്രിയപ്പെട്ട ഉമ്മാനെ വികൃതമായ രൂപത്തിൽ കാണുന്നുവെന്നറിഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമോ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പവിത്രമായ പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറത്ത് നല്ലതുപോലെ ഓതിയാ നിനക്ക് രക്ഷയാണ്. ഈ ചെറുപ്പക്കാരിരുന്നു കൊണ്ട് ഓതുകയാണ്, വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് ചൊല്ലുകയാണ്. അങ്ങനെ ചൊല്ലുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ ഈ സൂറത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഓതുകയാണ്. എന്റെ ഉമ്മാന്റെ ഖബർ പ്രകാശമാക്കണം. ഈ സ്വഹാബിയുടെ വാക്ക് കേട്ടുകൊണ്ട് കടന്നു വന്ന ഈ മനുഷ്യൻ ഇരുന്ന് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോടെ സൂറത്തോട് ദുആ ചെയ്തു. അന്ന് രാത്രിയിൽ ഉമ്മാനെ കാണുകയാണ്. പ്രകാശിക്കുന്ന ലംഘുന്ന തിളങ്ങുന്ന മുഖവും വെച്ചിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ്. മകൻ ചോദിച്ചു, ഉമ്മ ഇതെങ്ങനെ കിട്ടിയതാണ് ഉമ്മ? അവിടെന്ന് പറഞ്ഞു, മോനെ നീ എവിടെന്ന് നോമ്പ് നോറ്റ? ഈ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ നീ ബഹുമാനിച്ചത് കൊണ്ട് അല്ലാഹു എനിക്ക് തന്ന ആനുകൂല്യമാണ്. നീ എന്നെ ബഹുമാനിച്ചപ്പോ സൂറത്തുൽ മുൽക്ക് നീ ഓതിയിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ള സന്തോഷമായത്, അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഒരു ആനന്ദമാണ്. അള്ളാഹു ഈ പരിശുദ്ധമായ മാസത്തിൽ ഒരുപാട് മഹാരഥന്മാർ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ഔലിയാക്കൾ, സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ ഒരാൾ വഫാത്തായാൽ, മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വിളിച്ചു പറയും, അല്ലാഹ് പടജിലിസിൽ എന്റെ സഹോദരങ്ങളെ, ഇന്നെന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ഉള്ള മാസത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. എന്ത് നമ്മൾ മരിക്കൂ എന്നുള്ളത്. അല്ല, ഈ മാസത്തിൽ മരിക്കാനാ? അങ്ങനല്ല ചോദിക്കാം. ഈ മാസത്തിൽ മരിക്കാനാ? ചോദിക്കൂല. ഈ മാസത്തിൽ ആരെങ്കിലും മരിക്കാൻ പറയുമോ? ഇല്ല. എന്നാൽ ഈ മാസത്തിൽ ഒരാള് അല്ലാഹുവേ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടവൻ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അങ്ങ് വിട പറഞ്ഞാൽ അല്ലാഹുവേ അവനെത്ര ഭാഗ്യവാനാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വിളിച്ചു പറയുന്നു, പടച്ചവരെ പരിശുദ്ധമായി റജബില്, ഈ പവിത്രമായ ഈ റജബില് നല്ലതുപോലെ കടന്നു വന്നവനാണ്, സന്തോഷത്തോടെ വന്നവനാണ്. അല്ലാഹുവേ നിന്റെ അടുക്കലേക്ക് നിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് 6 അടി മണ്ണിലേക്ക് അവൻ കടന്നു വന്നവനാണ്. അവനെ എടുക്കല്ലേ അല്ലാ, പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. പവിത്രമായ റജബിൽ അവൻ ഇവിടന്ന് വിട പറഞ്ഞാൽ അവനിക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കുന്നത് റഹ്മത്തിന്റെ മാലാഖമാരാണ്. ഇതിനേക്കാൾ സന്തോഷം വല്ലതും ഈ മാസത്തിലാണ് മരിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കഥകളെടുത്ത് പരിശോധിച്ചു നോക്ക്. പരലോകത്തോട് വിട പറഞ്ഞത് ഈ അത്യത്ഭുതങ്ങളുടെ ഈ മാസത്തിലാണ്. ഒരുപാട് ഔലിയാക്കളുടെ കഥകൾ പറയാനുണ്ട്. അബ്ദുർ റസാഖ് മസ്താൻ നമ്മുടെ ഈ തൊട്ടടുത്താണ് കണിയാപുരം. നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് മഹാരഥന്മാരെയൊക്കെ പറ്റി. അവരെ കണക്കുള്ള ഔലിയാക്കൾ ലോകത്തോട് വിട പറഞ്ഞത് ഇതുപോലത്തെ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലാണ്. നമ്മൾ ആശിക്കണം, നല്ല സ്ഥലങ്ങളിൽ നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹ് എന്റെ ആത്മാവ് ഇപ്പൊ തന്നെ പിരിയോന്നല്ല, എന്റെ മക്കളെ കണ്ടെന്റെ കൊതി മാറിയിട്ടുണ്ട്, എന്റെ കൊതി മാറിയിട്ടില്ല എന്നല്ല. അല്ലാഹുവേ എപ്പോഴും ദുആ ചെയ്യണമല്ലാ, നല്ല സ്ഥലത്ത് വെച്ച് നല്ല സമയത്ത് എന്നെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ വഴിയോരത്ത് കിടത്തി മരിപ്പിക്കല്ല അല്ലാ. നാൽക്കാലികളെ ചത്തുപോകുന്നത് പോലെ, നാൽക്കാലികൾ വെള്ളമിറങ്ങാതെ നാക്ക് പുറത്തു വന്ന് കണ്ണ് പുറത്തു വന്ന് നാൽക്കാലികൾ ചത്തുപോകുന്നത് പോലെ ചത്തുപോകുന്ന ഒരു ഗതികേട് നീ എനിക്ക് തരല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി ലോകത്തുനിന്ന് വിട പറയാൻ തൗഫീഖ് തരണേ അല്ലാ. എപ്പം മരിച്ചാലും നല്ല സ്ഥലത്ത് നല്ല സമയത്ത് വെച്ച് മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അങ്ങനെ എത്ര ആളുകൾ ദുആ ചെയ്യുമോ? പരിശുദ്ധമായ മക്കത്ത് വെച്ച് ദുആ ചെയ്യുമോ? കാരണം എന്താ ചെയ്യാ?
ചെയ്യാ ഒരു പേടി കാരണം ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ് ഇവിടെ. ചില ആളുകൾ മിണ്ടൂല, കാരണം എന്താ? അവിടെ വെച്ച് ദുആ ചെയ്തത് അവിടെ നിന്നെങ്ങാനും പിരിഞ്ഞാൽ എന്റെ മക്കളെ കാണാൻ പറ്റുമോ, എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുമോ? അവിടെ വന്ന് ചൊല്ലാൻ ആഗ്രഹം വേണം, അവിടത്തെ മണ്ണിൽ ഉറങ്ങാൻ ആഗ്രഹം വേണം. അല്ലാഹുവേ, മനസ്സുകൊണ്ട് കൊതിക്കുന്ന എത്ര ആളുകളാണ്. അല്ലാഹ് ബഗ്ദാദിന്റെ മണ്ണിൽ നിന്നൊരാൾ കടന്നു വന്നിട്ട് കരയുകയാണ്. കരഞ്ഞിട്ട് പറയുന്നു, റബ്ബേ എന്നെ തിരിച്ച് ബഗ്ദാദിന്റെ മണ്ണിലേക്ക് വിടല്ല റബ്ബേ. ഇവിടെ അള്ളാന്റെ പ്രവാചകർ കിടക്കുന്ന ഈ പരിശുദ്ധമായ ഈ സ്ഥലത്ത് അല്ലാഹുവേ തൊട്ടടുത്താണ് ജന്നത്തുൽ ബഖീഅ്. ആ ജന്നത്തുൽ ബഖീഇലും നന്ദി വിശ്രമം കൊള്ളാം, എനിക്ക് തൗഫീഖ് തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൊതിച്ചുകൊണ്ട് കരഞ്ഞപ്പോ ആ ഉറക്കത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കൊതിക്കുന്നില്ല, നമ്മൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് എന്നാ നമ്മൾ പഠിച്ചുകൊള്ളണം. പിറകണ്ടാൽ അതിന് റജബിലെന്ന് മാത്രമല്ല, ഒന്നുകൂടെ ആവർത്തിക്കുന്നു മനസ്സിലാവാൻ വേണ്ടി. പിറകണ്ടാൽ അതിപ്പം മാത്രല്ല, ഏത് സമയത്താണെങ്കിലും അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ യുഹിബ്ബു റബ്ബുനാ വയർളാ റബ്ബനാ വറബ്ബുകല്ലാഹ്. ഏത് സമയത്ത് പിറകണ്ടാലും ഒന്ന് എഴുതി വെക്കണം, ആവർത്തിച്ച് കേട്ടാൽ മനസ്സിലാകും. എഴുതി വെച്ച് ചൊല്ലാവരങ്ങണം. സന്തോഷത്തിന്റെ കുളിർമഴ ഉള്ളവരാണ്. പടച്ചവനെ, ഈ പവിത്രമായ റയ്യുള്ള റജബിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ചെറുപ്പക്കാരാ, നമ്മൾ സന്തോഷമുള്ളവരാണ് പെങ്ങളെ. കാരണം എന്തെന്നറിയുമോ? നമ്മളൊക്കെ ദുആരക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, ഈ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ബാരിക് ലനാ, ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. അവിടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അല്ലാഹുവേ, ഈ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. പോരാ, റജബിൽ മാത്രം പോരാ, ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. അതും പോരാ റബ്ബേ. വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ആ റമളാനിന്റെ പുണ്യങ്ങളിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. വവഫിഖ്നാ, ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഫീഹി ലിസ്സിയാമി, ആ മാസത്തിൽ നോമ്പ് നോക്കാനും വതിലാവത്തിൽ ഖുർആൻ, നല്ലതുപോലെ ഖുർആൻ പാരായണം ചെയ്യാനും നിസ്കരിക്കാനുമുള്ള ദുആ. ഈ ഉള്ള ചെറിയ ദുആയിനോടൊപ്പം ഇതുകൂടെ കൂട്ടിച്ചേർക്ക്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അവിടം വരെ ചൊല്ലിയിട്ട് പിന്നെ ചൊല്ലണം. വവഫിഖ്നാ, ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഫീഹി ലിസ്സിയാമി, അല്ലാ ഈ മാസത്തിൽ നോമ്പ് നോക്കാനും, ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി, തറാവീഹ് നിസ്കരിക്കാനും, നിന്നുകൊണ്ട് നിസ്കരിക്കാനും, വതിലാവത്തിൽ ഖുർആൻ, അല്ലാഹുവേ നിന്റെ ഖുർആൻ പാരായണം ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആരന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിങ്ങൾക്ക് വേണ്ടി അങ്ങ് പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. പക്ഷേ അതിനുള്ള മനസ്സ് സമയം നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ല.
അതുകൊണ്ടുള്ള സമയം അള്ളാഹുവിന് വേണ്ടി കൊടുക്കണം. ഇല്ലേ? അല്ലാഹു തആല സ്വീകരിക്കട്ടെ. റഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പലരും പല പല ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കടമുള്ളവരുണ്ട് റബ്ബേ, പ്രയാസമുള്ളവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഞങ്ങൾ ദുആരന്നപ്പോ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പോലും മാറിയെന്ന് അവരെ കൊണ്ട് നീ പറയിപ്പിച്ചല്ല റബ്ബേ. എനിക്കൊരു പവറുമില്ല റബ്ബേ. ഇതിലൊരുപാട് സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുക്കൾ നിറഞ്ഞ മനസ്സോടെ ആമീൻ പറയുന്നുണ്ട് പടച്ചോനെ. അല്ലാഹുവേ, അവരുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസിൽ എന്ത് രോഗമുള്ളവരാണോ, എന്ത് സങ്കടമുള്ളവരാണോ, എന്ത് വിഷമമുള്ളവരാണോ, എന്ത് ദുഃഖമുള്ളവരാണോ, തലവേദനിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട്, മൈഗ്രീന്റെ രോഗമുള്ളവരുണ്ട്, അതുപോലെ ജന്നിക്കുത്തുള്ളവരുണ്ട്, അപസ്മാരമുള്ളവരുണ്ട്, ബ്ലോക്ക് വന്നവരുണ്ട്, വെരിക്കോസിന്റെ രോഗമുള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അല്ലാഹുവേ ഓർമ്മശക്തി കുറഞ്ഞവരുണ്ട്, അങ്ങനെ പല രീതിയിൽ സങ്കടപ്പെടുന്നവരുണ്ട് പടച്ചോനെ. അല്ലാഹുവേ, അവരുടെയൊക്കെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, അവരുടെയൊക്കെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഇത്രയും നേരം സംഗമിച്ച ഒരാളെയും നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ പാഴാക്കല്ലേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ, നീ സ്വീകരിക്കാതെ ഇരിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെ ഈ പരിപാടി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളോടൊപ്പം കടന്നു വന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇതിൽ നിറഞ്ഞ മനസ്സോടെ വരുന്നവരാണ് അല്ലാ. എന്നെ കണ്ടിട്ട് വരുന്നവരല്ലല്ലോ പടച്ചവനെ. നിന്റെ ദീന് കേൾക്കാൻ വരുന്നവരാണ്, നിന്നെ പറ്റി ഓർക്കാൻ വരുന്നവരാണ്, നിന്റെ അദ്കാറ് ചൊല്ലാൻ വരുന്നവരാ. യാ അല്ലാ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. വർഷങ്ങളോളം വായിലൂടെ മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു രോഗവും തരല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ മക്കളില്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബേ. അവർക്ക് ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ, ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും മരിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ തരല്ല റബ്ബേ. അല്ലാഹുവേ, മരിക്കുന്നത് വരെ കാല് തളത്തി കിടത്തല്ല പടച്ചോനെ. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ട് റബ്ബേ, അവരുടെ കണ്ണിന് കാഴ്ച കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, രാജസയ്യിദാവായ അല്ലാ, ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്തവർ, അല്ലാ എത്തിച്ചു കൊടുത്തവർ, പുതുതായി കടന്നു വന്ന സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.